തമിഴ്നാട്ടിലെ വാൽപ്പാറയിലുണ്ടായ ദാരുണമായ അപകടത്തിൽ മരിച്ച നാടിന്റെ പ്രിയപ്പെട്ട അധ്യാപകരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം രാവിലെ പാങ്ങ് അമ്പലപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചു. തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരെ അവസാനമായി ഒരു നോക്ക് കാണാൻ വിദ്യാർത്ഥികളും സഹപ്രവർത്തകരും നാട്ടുകാരും പുലർച്ചെ മുതൽ തന്നെ അമ്പലപ്പറമ്പ് സ്കൂൾ ഗ്രൗണ്ടിലെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് പാങ് എന്ന ഗ്രാമത്തെ നടുക്കിയ സംഭവം നടന്നത്. മലപ്പുറം ജില്ലയിലെ പാങ് പള്ളിപ്പറമ്പ് സ്കൂളിൽ നിന്ന് വിനോദയാത്രയ്ക്ക് പോയവർ സഞ്ചരിച്ച ടെമ്പോ ട്രാവലർ കൊക്കയിലേക്ക് മറിഞ്ഞാണ് 9 പേർ മരണപ്പെട്ടത്. വാൽപ്പാറയിൽ നിന്ന് പൊള്ളാച്ചിയിലേക്ക് പോവുകയായിരുന്ന വാഹനം കുന്നിൻ റോഡിലെ 13-ാം ഹെയർപിൻ വളവിൽ വെച്ച് നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. വളവ് തിരിയുന്നതിനിടെയാണ് ദാരുണമായ അപകടം സംഭവിച്ചത്. അപകടത്തിൽ പള്ളിപ്പറമ്പ് GLP സ്കൂൾ പ്രധാന അധ്യാപിക പി അജിത, ഈ സ്കൂളിലെ തന്നെ അധ്യാപകരായ റംല, സുഹ്റ, ആഷ, മജീദ്, സ്കൂളിലെ പാചകത്തൊഴിലാളി സാജിദ, പാങ് GUP സ്കൂൾ അധ്യാപിക ഷക്കീല, സുഹ്റയുടെ മകൻ ഹിഷാം, മജീദിന്റെ ഭാര്യ റുഖിയ എന്നിവരാണ് മരണപ്പെട്ടത്. മൃതദേഹം പൊള്ളാച്ചി ഗവൺമെന്റ് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പൊള്ളാച്ചി മദ്രസയിൽ നടന്ന പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് മലപ്പുറം പാങ്ങിലേക്ക് 9 ആംബുലൻസുകളിലായി പുറപ്പെട്ടത്. രാവിലെ 9 മണിയോടെ പാങ് അമ്പലപ്പടി ഹൈസ്കൂൾ ഗ്രൗണ്ടിലെത്തി. ആദ്യം വിദ്യാലയത്തിലെ കുട്ടികൾക്കായിരുന്നു പ്രിയ അധ്യാപകരെ അവസാനം നോക്ക് കാണാൻ അവസരം ലഭിച്ചത്. തുടർന്ന് നാട്ടുകാർക്കും ബന്ധുക്കൾക്കും അവസരമൊരുക്കി. 1 മണിക്കൂറാണ് പൊതുദർശനത്തിനായി അവസരം ഒരുക്കിയിരുന്നത്. പ്രിയ അധ്യാപകരെ കാണാൻ നാട് മൊത്തം എത്തിയതോടെ പലർക്കും മൃതദേഹം അവസാനമായി കാണാൻ അവസരം ലഭിച്ചില്ല. വിദ്യാലയത്തിലെ പൊതുദർശനത്തിന് ശേഷം മൃതദേഹങ്ങൾ വിലാപയാത്രയായി അതത് വീടുകളിലേക്ക് കൊണ്ടുപോയി. അധ്യാപകരായ അബ്ദുൽ മജീദ്, ഭാര്യ റുഖിയ എന്നിവരെ പാങ് മാട്ടാത്ത് ജുമാ മസ്ജിദിലും അധ്യാപികമാരായ റംല, ഷക്കീല, പാചകത്തൊഴിലാളി സാജിദ എന്നിവരെ പാങ് വലിയ ജുമാഅത്ത് പള്ളിയിലും ഖബറടക്കി. പ്രധാന അധ്യാപിക അജിതയുടെ സംസ്കാരം ഷൊർണൂർ ശാന്തി തീരത്തും അധ്യാപികയായ ആശയുടെ സംസ്കാരം കൊളത്തൂർ തറവാട്ട് വീട്ടിലും നടന്നു. അധ്യാപികയായ സുഹറ, മകൻ ഹാഷിം എന്നിവരുടെ ഖബറടക്കം ഈസ്റ്റ് പാങ് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലും നടന്നു. പൊതുദർശനത്തിൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി മൃതദേഹങ്ങളിൽ പുഷ്പചക്രം അർപ്പിച്ചു. സംഭവങ്ങൾ അറിഞ്ഞുകൊണ്ട് കുട്ടികളാകെ തന്നെ ഒരു മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ കുട്ടികൾക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യുന്നതാണ്. അവർക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കുന്നതാണ്. ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സ കഴിയുന്നവർക്ക് മെച്ചപ്പെട്ട ചികിത്സ അവിടെ കൊടുക്കും. അതല്ല, ചികിത്സ കുറച്ചുകൂടെ മെച്ചപ്പെട്ട നാട്ടിൽ ചികിത്സ വേണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ നാട്ടിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലോ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലോ മറ്റേതെങ്കിലും ആശുപത്രിയിൽ ചികിത്സ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഗവൺമെൻറ് ഒരുക്കുന്നതാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പരമാവധി സഹായം നമ്മളെ വേർപെട്ടു പോയ സഹോദരങ്ങൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കും. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, MLA-മാരായ PK കുഞ്ഞാലിക്കുട്ടി, ആബിദ് ഹുസൈൻ തങ്ങൾ, P ഉബൈദുള്ള, മഞ്ഞനാംകുഴി അലി, CPIM ജില്ലാ സെക്രട്ടറി VP അനിൽ തുടങ്ങിയവരും അന്തിമോപചാരം അർപ്പിക്കാനെത്തിയിരുന്നു. വിനോദയാത്രയ്ക്കിടെയുണ്ടായ അപകടത്തിൽ പ്രിയപ്പെട്ട അധ്യാപകർ വിട പറഞ്ഞത് പാങ് ഗ്രാമത്തെയും സ്കൂളിനെയും വലിയ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്.